നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ, ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ സംശയമുള്ളവർക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. അതെന്തുമാകട്ടെ, നമ്മുടെ ക്ഷേത്രത്തിലെല്ലാം വിഗ്രഹങ്ങളുണ്ട്. ഈ വിഗ്രഹങ്ങൾ ശില്പികൾ വളരെ മനോഹരമായിട്ട് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് കൊത്തിയതാണ് ഈ വിഗ്രഹങ്ങൾ. ഈ വിഗ്രഹങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരവും നമ്മളിൽ ഭവ്യത ഉണർത്തുന്നതുമാണ്. എന്നാൽ ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒയ്യോ സഹിക്കത്തില്ല. മുഴുക്കാപ്പെന്നോ അലങ്കാരമെന്നോ ചന്ദനം ചാർത്തലെന്നോ ഒക്കെ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങൾ കണ്ടാൽ കഷ്ടമേ എന്നല്ല ഒന്നും പറയാനൊക്കത്തില്ല. ഭഗവാന്റെ ആ നമ്മുടെ മനസ്സിലുള്ള മനോഹാരിതയ്ക്ക് വിപരീതമായിട്ട് വളരെ വെറുപ്പുളവാക്കുന്ന രീതിയിലാണ് ഇവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അത് തന്നെയല്ല, ചില ദേവി വിഗ്രഹങ്ങൾ കാണണം. ഈ വിഗ്രഹങ്ങളിലെല്ലാം പുറത്തോട്ട് നാക്ക് നീട്ടി നിൽക്കുന്നതാണ് ഏതാണ്ട് ഭയങ്കര സംഭവം എന്നാണ് നമ്മുടെ ഒക്കെ മുന്നിലേക്ക് ഇവർ എറിഞ്ഞിരുന്നൊരു വിശ്വാസം. അതിന് മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കുഴയ്ക്കും. എന്നിട്ട് കൃത്രിമമായിട്ട് നാക്ക് സൃഷ്ടിച്ചിരിക്കുക. ഈ നാക്ക് നീട്ടി നിൽക്കുന്ന ദേവീ ദേവന്മാരെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരല്ലാതെ പലരും വന്ന് തൊഴുന്നവരെല്ലാം ചോദിക്കും ഇതെന്താണ് ഇങ്ങനെയെന്ന്. കാരണം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എന്തൊരു വൈകൃതം ഇതന്നെ. ഈ ദേവീദേവന്മാരെല്ലാം നാക്ക് നീട്ടി മനുഷ്യരെ പേടിപ്പിക്കാൻ നിൽക്കുകയാണ്. അല്ല, ഇവരെന്നെ ഈ സദാസമയം, ദാറ്റ് മീൻസ് 24 മണിക്കൂറിൽ 48 മണിക്കൂർ തന്നെ നാക്ക് നീട്ടി നിൽക്കുകയാണോ? എന്തിനാണ് ഈ പൂജാരികളെല്ലാം ഇങ്ങനെ വൃത്തികേടുകൾ കാണിച്ച് മനുഷ്യനെ ചീത്തയാക്കുന്നത്? അത് മാത്രമല്ല, എന്നിട്ട് അവരുടെ ഒരു ഇതും കൂടി ഉണ്ട്. നമുക്ക് അവരുടെ ഒരു വിസിറ്റിംഗ് കാർഡ് തരും, എന്നേലും ആവശ്യമുണ്ട് ഇവിടെ വന്നാൽ മതിയെന്ന്. കാരണം മനുഷ്യനെ പേടിപ്പിച്ച് വശീകരിച്ച് കാശുണ്ടാക്കുകയാണോ? എന്താണ് ഇതിൻ്റെ ധർമ്മം? ഇതെന്നെ താന്ത്രിക വിദ്യയിലോ പൂജാവിദ്യയിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ? എനിക്കറിയില്ല. എൻ്റെ അറിവുകേടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ദയവ് ചെയ്ത് അറിവുള്ളവരിത് പറഞ്ഞു തരിക. നന്ദി, നമസ്കാരം.